ലോകത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നാടാണ് കേരളം. എന്താ കാരണം? കേരളത്തിൽ ലോകത്തെ എവിടെ ഇല്ലാത്ത ഈ നിഅമത്തുണ്ടാവാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. 6-ാം നൂറ്റാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതാണ് കാരണം. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഹിജ്റ 6-ാം നൂറ്റാണ്ടില് താനൂർ വലിയ കുളങ്ങര ജുമുഅത്ത് പള്ളിയിൽ ദർസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ആൾക്കാരെ ഈമാനിന് ഒരു കുഴപ്പം വരാത്തതിന്റെ കാരണം പള്ളി ദർസാണ്. കന്നൂട്ടി വരുന്ന ആളോട് അള്ളുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് മുടുങ്കോലും പടി തലമാറി പിടിച്ച് തോൻ പറയും, ദേശം അടുത്തുകൊണ്ട് വാനയ്ക്ക് അപ്പൊ കാണിച്ചൊരു തെളിവ്. എന്തേ കാരണം? അത്യാവശ്യം ഫത്വൽ മുഈന് 4 പേജും റിയാദുസ്സാലിഹീന് 8 ബാബും അതൊക്കെ എന്റെ 20 ബെയ്ത്തും പഠിക്കാത്ത ആരും പഴയ കാലത്തില്ല എന്നുള്ളതാണ്. പള്ളി ദർസാണ് അതിന്റെ കാരണം. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ വിപുലമായ പള്ളി ദർസുണ്ട്. അതിന് മുമ്പ് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതിന് ചില പ്രത്യേകമായ രേഖകളുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പള്ളി ദർസ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും വഹാബിസം കടന്നുകൂടി, ബിദഅത്ത് കടന്നുകൂടിയപ്പോ കേരളത്തിൽ അതൊന്നും വരാത്തതിന്റെ കാരണം പ്രധാനമായിട്ടും പള്ളി ദർസാണ്. അതുകൊണ്ട് പള്ളി ദർസിനെ നിലനിർത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതിന്റെ ആധുനിക രൂപമാണ് ജൂനിയർ കോളേജുകൾ എന്നെല്ലാം പറയുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദർസിന് ദർസിന്റെ ഗുണം ഉണ്ടായിരിക്കും, കോളേജിന് കോളേജിന്റെ ഗുണമാണ് ഉണ്ടായിരിക്കുക എന്നതാണ്. കോളേജില് ഉസ്താദ് കുട്ടികളെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്, ദർസിൽ ഉസ്താദ് ഇരിക്കുന്നിടത്ത് കുട്ടികൾ ഇങ്ങോട്ട് വരികയാണ്. ഇൽമ് നേടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതും ഇൽമേറ്റ് ഉസ്താദ് അങ്ങോട്ട് ചെല്ലണവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പള്ളി ദർസ് വളരെ പ്രധാനപ്പെട്ടതാണ്.